10 രൂപ പോലും കയ്യിൽ തരില്ല. കല്യാണം കഴിഞ്ഞ് 11 വർഷമായി. 2 വർഷം ഇടാൻ 4 നൈറ്റി വാങ്ങിത്തരും. ചോദിച്ചാൽ പറയും വീട്ടിലിരിക്കുന്നവർക്ക് എന്തിനാണ് ഇതിൽ കൂടുതൽ എന്നാണ് ചോദിക്കുന്നത്. ഒരു ചെരുപ്പ് വാങ്ങിത്തന്നാൽ 4-5 വർഷം അതൊപ്പിക്കണം. വെറും ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഭാര്യ ഉപയോഗിക്കുന്ന ആണുങ്ങളുണ്ട്. എൻ്റെ ജീവിതം ഇങ്ങനെയാണ്. 2 കുട്ടികളുണ്ട്. പ്രസവിച്ച് കിടക്കുമ്പോൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. മരുന്ന് വാങ്ങിത്തരാൻ കയ്യിൽ പൈസയില്ല. ആ സമയത്ത് ഡ്രസ്സ് വാങ്ങിത്തരാൻ പൈസയില്ല. ഇതൊക്കെയാണ് പറഞ്ഞത്. സ്വന്തമായിട്ട് ഒരുപാട് സാമ്പത്തികമുള്ള ആളാണ്. എന്നിട്ട് പോലും ഇങ്ങനെ പെരുമാറുന്ന ഒരാളെ ഭർത്താവായി കാണാൻ ഒരു പെണ്ണിനും പറ്റില്ല. മേഡം ഇതൊരു വീഡിയോ ഇടാമോ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി അയച്ചിരിക്കുന്ന ഒരു കോമൻറ്റാണ്. വായിച്ചപ്പോൾ സങ്കടം തോന്നി. കാരണം ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇതല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് കേസിന് ഇതുപോലെ വരാറുണ്ട് കേട്ടോ സ്ത്രീകൾ. പലപ്പോഴും ഈ സ്ത്രീകളോട് അഡ്ജസ്റ്റ് ചെയ്യ് എന്ന് പറയുന്നതാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. പക്ഷേ ഈ സെയിം സിറ്റുവേഷൻ തന്നെ ഒരു ആണാണ് അല്ലെങ്കിൽ ഒരു മെയിലാണ് അനുഭവിക്കുന്നതെങ്കിൽ അവർക്ക് എത്രത്തോളം അവർ ഡിപ്രഷനിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെയാണ് ഓരോ സ്ത്രീകൾക്കും. ഈ സ്ത്രീകൾക്ക് കുറച്ചും കൂടി ടെൻഷനും വിഷമമൊക്കെ കൂടുതലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഹോർമോൺ ചേഞ്ചസ് ഒക്കെ അല്ലെങ്കിൽ നമുക്ക് ഹോർമോൺ ചേഞ്ചസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രായം കഴിയുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും, എന്തെന്നില്ലാത്ത ടെൻഷൻ. അതിൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരാൾ കൂടെ അല്ലെങ്കിൽ കൂടെയുള്ള ആ വ്യക്തി നമ്മളെ ചേർത്ത് പിടിക്കാനില്ല എങ്കിൽ അത് നമ്മളെ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും. ഇതൊക്കെ നമ്മളൊരാളോട് പറയുമ്പോൾ, അതാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളൊരാളോട് പറയുമ്പോൾ അവർ മനസ്സിലാക്കില്ല നമ്മൾ പറയുന്നത് എന്താണ്, ഇതൊക്കെ എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളാണ്, ജീവിത പ്രാരാബ്ദങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ ഓരോ വാക്കുകളൊക്കെ വെച്ചിട്ട് നമ്മളതിനെ എന്ത് ചെയ്യും, തള്ളിക്കളയും. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ഇത് വായിച്ചപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ത്രീയും ഇൻഡിപെൻഡൻ്റ് ആവണം, എംപ്ലോയിഡ് ആവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാരണം നിങ്ങൾക്ക് ചെറുതാണെങ്കിലും ഒരു ജോലി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. അപ്പം നമുക്ക് ഇപ്പോൾ ജോലി ഉള്ളതും പ്രശ്നമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. കാരണം ജോലി വരുന്നതോട് കൂടിയിട്ട് നമുക്ക് സ്വന്തം ജീവിക്കാലോ എന്നുള്ളൊരു രീതിയിലേക്ക് പോകുന്ന സ്ത്രീകളും ഇന്ന് കുറേ ഉണ്ട്. അതുകൂടാതെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ജോലി കിട്ടുമ്പോൾ നമുക്ക് കുട്ടികളെ നോക്കാൻ, കുട്ടികൾക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കാൻ, നമ്മൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ അല്ലേ, ഒരുപാട് ആഗ്രഹങ്ങളാണ് ഈ സ്ത്രീകൾക്കുള്ളത്. നിങ്ങൾ അതായത് ഇതിൽ കാണുന്ന ആരെങ്കിലൊക്കെ മെയിലായിട്ടുള്ള ആണുങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയണം, പുരുഷന്മാരുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട് ഈ സ്ത്രീകൾക്ക്. അതെല്ലാം വേണ്ട എന്ന് വെക്കുന്ന, അല്ലെങ്കിൽ ജോലി ഇല്ലാത്തത് കൊണ്ടും കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടൊക്കെ വേണ്ട എന്ന് വെച്ച് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു മെയിലാണ് അല്ലെങ്കിൽ ഒരു പുരുഷനാണ് ഒരാളുടെ മുന്നിൽ പോയിട്ട് എൻ്റെ ആവശ്യമാണത്, എനിക്കിതിന് ക്യാഷ് ചോദിക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് എത്രത്തോളം മനസ്സാക്ഷി, അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് അന്തസ്സുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഈ പുരുഷന്മാർ. ഇതുപോലെ തന്നെ അന്തസ്സൊക്കെയുള്ള ആളുകൾ തന്നെയാണ് സ്ത്രീകൾക്കും. പക്ഷേ ഇവർക്ക് ഒരുപാട് പരിമിതികൾ വരുന്നു. എല്ലാ പുരുഷന്മാരെയും എല്ലാം ഞാൻ പറയുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ വീടിൻ്റെ അകത്ത് ഒന്നും കാണിക്കാതെ അമ്മ എന്ന റോളിലേക്ക് കടന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് അമ്മയായിട്ട് മാറും ഒരു സ്ത്രീ. മക്കൾക്ക് വേണ്ടി ജീവിച്ച് കുറേ നാൾ അങ്ങനെ മക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കുന്ന ഒരാൾ, നല്ലൊരു ഡ്രസ്സ് പോലും ഇടാതെ, സ്വന്തം ഭംഗിയോ സ്വന്തം ശരീരമോ ഒന്നും നോക്കാതെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മമാർ, അങ്ങനെ ഒരു പൊസിഷനിലേക്ക് ഒരു കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ മാറും. അപ്പോൾ അവർ പറയണ ഇനി എന്തിനാ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയുമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും തോന്നും, ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന്. പക്ഷെ ജീവിതമാണ് അവരെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിക്കുന്നത് കേട്ടോ. ഇപ്പോൾ വലിയ ആളുകൾ, അല്ലെങ്കിൽ വലിയ രീതിയിൽ നിൽക്കുന്നവർ, വലിയ ഇൻസ്പിറേഷൻ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം സംസാരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. വീട്ടമ്മമാർ അങ്ങനെയാവണം, ഇങ്ങനെയാവണം, സ്ത്രീകൾ ഇങ്ങനെയാവണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവർക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്, അവരെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ടാണ്. ഈവൻ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ടാണ് അല്ലേ. ഇപ്പോൾ വലിയ ആളുകൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഇപ്പോൾ ആർട്ടിസ്റ്റുമാർ, ഇൻഫ്ലുവൻസേഴ്സ്, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്, പേരെടുത്തൊന്നും ഞാൻ പറയുന്നില്ല. അവർക്ക് ഒരുപാട് സ്ത്രീകൾ അങ്ങനെ ആയിരിക്കണം, കുട്ടികളെ ഇങ്ങനെ നോക്കണം, കുട്ടികളെ അങ്ങനെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പാരൻറ്റിങ്ങിനെ പറ്റിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സൊക്കെ ഇടുമ്പോൾ പലപ്പോഴും ഞാൻ മനസ്സിൽ ഓർക്കാറുണ്ട്, ഇതിനൊക്കെ വേണ്ട ഒരു കാര്യമുണ്ടോ സ്ത്രീകൾക്ക്? പണം.
ക്യാഷ് ഇല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ കുട്ടിയെ വളർത്താൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ക്യാഷാണ് ഏറ്റവും മെയിനായിട്ട് നമുക്ക് നമ്മുടെ മക്കളെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വളർത്താനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അവരവരുടെ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ 5 രൂപ പോലും കയ്യിൽ എടുക്കാനില്ലാത്ത ഒരു അമ്മയ്ക്ക് എന്ത് രീതിയിലാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തുക എന്നുള്ള വലിയ ചോദ്യം അവരുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ അങ്ങനെയാവണം, സ്ത്രീകൾ ഇതുപോലെ അവരുടെ സ്കിൻ, അവരുടെ ബോഡി എല്ലാം ഇതുപോലെ കീപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് കാണുമ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, അറ്റ്ലീസ്റ്റ് അവരുടെ നല്ലൊരു അഴുക്കില്ലാത്തൊരു വസ്ത്രം പോലും ഇടാനില്ലാത്ത ഒരു സ്ത്രീയുടെ മുന്നിൽ അതിനൊക്കെ വലിയൊരു ചോദ്യമല്ലേ. അപ്പോൾ അതിനെല്ലാം ഉള്ളൊരു മറുപടി എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, നിങ്ങൾ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവുക, ഒരു ജോലി വാങ്ങുക, ഒരു ജോലി കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, എൻ്റെ ഈ ചാനലിലെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു ജോലി ഒക്കെ എങ്ങനെ നേടാം, എങ്ങനെ നിങ്ങളുടെ കരിയർ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു സ്വന്തമായിട്ട് ചെറിയതാണെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം എന്നൊക്കെയുള്ള ചെറിയ ചെറിയ വീഡിയോസാണ് ഇനിയുള്ള വീഡിയോസിലെല്ലാം ഞാൻ ഇടുന്നത്. അതിനുള്ള ഓട്ടത്തിലാണ്, ഓരോന്ന് സെർച്ച് ചെയ്യലും കാര്യങ്ങളിൽ കൂടിയൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോസ് എല്ലാം പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. കാരണം ഒരു സ്ത്രീക്കെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് എഴുതിയ ഒരു സ്ത്രീക്കാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളല്ലാതെ ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ജീവിതത്തിൽ ചെയ്യാൻ ഇനി ഉണ്ടാവില്ല അല്ലേ, എന്നാലും എവിടെയോ ഒരു ചെറിയൊരു മൊട്ട് കിടക്കുന്നുണ്ടെങ്കിലോ അവിടെ നിന്ന് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുമെങ്കിലോ ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. ഇപ്പോൾ ഈ ഇംഗ്ലീഷ് ബസ് എന്നുള്ള ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ നടത്തുന്നുണ്ടെങ്കിൽ പോലും അതിലെല്ലാവരും തന്നെ ഒരു 95% ഈ സ്ത്രീകൾ തന്നെയാണ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നത്. ഇപ്പോൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു ബാച്ച് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലാണെങ്കിലും സാധാരണ ടീച്ചേഴ്സാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. കാരണം അവർക്കൊക്കെ അതായത് ലാംഗ്വേജ് പഠിക്കുന്നതോട് കൂടിയിട്ട് എന്തായാലും അവർക്ക് വലിയ സ്കൂളുകളിലൊക്കെ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ കുറച്ചും കൂടി നല്ല രീതിയിൽ അവർക്ക് പേയ്മെൻറ്റ് കിട്ടും, സാലറി കിട്ടും അല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ടീച്ചേഴ്സ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് എക്സ്ക്ലൂസീവ്ലി അവർക്ക് വേണ്ടിയിട്ട് തുടങ്ങുന്നു. അവർക്ക് വേണ്ടിയിട്ട് മാത്രം, ഹോം മേക്കേഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമുക്ക് കോഴ്സ് ഉണ്ട്, നഴ്സുമാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള കോഴ്സ് ഉണ്ട്. ഇങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് നോക്കുന്നത്. കാരണം അത്രത്തോളം ദുരിതം അനുഭവിക്കുന്നവർ ഈ കൗൺസിലിംഗ് സെൻറ്റർ എനിക്ക് ഉള്ളത് കൊണ്ട് അത്രത്തോളം എനിക്കറിയാം, അത്രത്തോളം അവർ വിഷമം അനുഭവിക്കുന്നുണ്ട് എന്ന് കേട്ടോ. അപ്പോൾ ഞാനും ആ വഴിയിലൂടെ ഒക്കെ വന്നതാണ്. അപ്പോൾ ഈ ഒരു ഇതിലെത്തിയത് കൊണ്ട് ഞാൻ എൻ്റെ ലൈഫ് ഇങ്ങനെയായി. അത് നമ്മളുടെ പരിശ്രമങ്ങളും സപ്പോർട്ട് കൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ആരും വിഷമിക്കേണ്ട. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളറിയില്ലല്ലോ എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ്, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ലൈഫ് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുക. കാരണം ജീവിതം ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് പോകും തോറും നിങ്ങൾ പിന്നീട് ഒരിക്കലും തിരിച്ച് വരാൻ പറ്റാത്ത രീതിയിലേക്ക് മനസ്സങ്ങ് തളർന്നു പോകും. പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് അതിൽ നിന്ന് കരകയറി വരാൻ പറ്റില്ല കേട്ടോ. നമ്മൾക്ക് നമ്മുടേതല്ലാത്ത ഇടങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോവുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളവിടെ പറ്റിച്ചേർന്ന് നിൽക്കുക, ജീവിതം അങ്ങനെയാണ്, അവിടെ സ്റ്റക്ക് ഓൺ ചെയ്ത് നിൽക്കണം എന്നൊന്നുമില്ല. നമ്മൾ ഈ പശ പോലെയല്ല നമ്മൾ കേട്ടോ. ഇത്രയും വലിയ ലോകമാണ്. നമ്മൾ ഈ പശ പോലെ ഒട്ടിപ്പിടിച്ച് ഒന്നിലും ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നല്ലതാണ്, സന്തോഷമാണെങ്കിൽ മാത്രം നിങ്ങളോട് പശ പോലെ ഒട്ടിയിരിക്കുക. അല്ലാത്ത സ്ഥലമാണെങ്കിൽ, നമ്മളെ വേണ്ടാത്തിടമാണെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക.